ദിവസം അവിടെ നിൽക്കുകയും ചെയ്യാം. ഇന്ന് നിന്റെ ഇഷ്ടപ്രകാരം നമുക്ക് മറീന ബീച്ചിൽ പോവാം. നിനക്ക് ചുട്ട ചോളം വാങ്ങിച്ചുതരാം. എന്താ പറയണ? അത് മാത്രം ആക്കണ്ട. നീ രാത്രി ജനലിൽ കൂടെ നോക്കിയിരിക്കുമ്പോഴേ ഞാൻ 2 കയ്യിൽ നിറയെ സാധനമായിട്ട് ഓടി വരും അതിൽ കൂടെ. അത് മാത്രമല്ല, നീ ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോഴേ നീ ജനലിൽ നിന്ന് വിദൂരതയിലൊക്കെ നോക്കുമല്ലോ. അപ്പൊ ആ വിദൂരതയിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരാം. എന്ത് പറയണം? ഇതൊന്നും വേണ്ട. നിങ്ങൾ ആരും എനിക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുക്കാൻ വേണ്ട, കഷ്ടപ്പെടാൻ വേണ്ട. ശിവ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോകുന്നില്ല. ശിവ ഒരു തടവ സ്വന്ന 100 തടവ സ്വന്ന മാതിരി. നീ ആരാന്ന് നിന്റെ വിചാരം? വളർന്നിട്ട് ഇത്രയല്ലേ ആയോളൂ. അതിനിടയ്ക്ക് പഠിപ്പ് നിർത്തിയെന്നുള്ള തീരുമാനമൊക്കെ എടുക്കാറായ? അച്ഛനും അമ്മയും ഇവിടെ ഇല്ലെന്നും പറഞ്ഞ അഹങ്കാരം എങ്ങാനും എടുക്കാൻ നിന്നാലുണ്ടല്ല ശിവ, നീ കൊണ്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. ചേച്ചേ അവളുടെ ബാഗ് നീ വല്ല വള്ളത്തിലോ ഫ്ലൈറ്റിലോ തൂങ്ങി പിടിച്ചോ എങ്ങനെയെങ്കിലും പോയി. ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. പഠിപ്പ് നിർത്താൻ പറ്റൂല. ഇറങ്ങ്. എനിക്ക് മര്യാദക്ക് എണീറ്റോ. വടി എടുപ്പിക്കരുത് എന്നെ കൊണ്ട്. എനിക്ക് സ്ഥലം വിട്. ചേച്ചി എന്തായാലും വന്നതല്ലേ, 2 ദിവസം നിന്നിട്ട് ഞാൻ പൊക്കോളാം. നീ ഇവിടെ വന്നിട്ട് മര്യാദക്ക് സംസാരിക്കുവായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ 2 ആഴ്ച നിർത്തിയേനെ. നിന്റെ അഹങ്കാരം അല്ലേ ഒരു നിമിഷം